ആത്മാവിലൊന്നു തൊടേണമേ. ആരാധനയ യേശുവേ. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാം തിരുലിഖിതം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്നരുളി ചെയ്ത രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് എൻ്റെ പേര് എൻ്റെ ദൈവം ഗൗരവമുള്ളതായി കാണുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് ഒരുപാട് വ്യക്തികൾക്ക് തങ്ങളുടെ പേരിനെക്കുറിച്ച് ഒരു തിരിച്ചറിവില്ലാത്തതിനാൽ പല വിധത്തിലുള്ള ദൈവ ചൈതന്യമില്ലാത്ത പേരുകൾ എടുക്കുന്നതും കൊടുക്കുന്നതും ഇന്ന് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് ഇതാ നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൻ്റെ പ്രബോധനങ്ങളും ദൈവരാജ്യത്തിൻ്റെ നാമങ്ങളും ദൈവരാജ്യത്തിൻ്റെ വചനങ്ങളും ദൈവശക്തി കൊണ്ടുവരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് 1-2 വ്യക്തികളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. കൂടല്ലൂർ എന്ന ദേശത്ത് നിന്ന് അവറാച്ചനും കുടുംബാംഗങ്ങളുമാണ് ഈ ഒരു അനുഭവം നമ്മളോട് പങ്കുവെക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ടെലിവിഷനിലൂടെ സ്ഥിരമായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഭിഷേകാഗ്നി, മാറാനാത്ത, എൽഷദായ് ഇങ്ങനെയുള്ള വചന ശുശ്രൂഷകൾ ഞങ്ങൾക്ക് താല്പര്യമാണ്. അച്ഛൻ്റെ വചനപ്രഘോഷണ സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്നു. എനിക്ക് കാലങ്ങളായി മൂത്രത്തിൽ പഴുപ്പ് എന്ന ബുദ്ധിമുട്ട് നിമിത്തം ഞങ്ങൾ വളരെ ക്ലേശത്തിലായിരുന്നു. അതിൻ്റെ കൊടിയ ബുദ്ധിമുട്ടിൽ ആയിരിക്കുന്ന സമയത്താണ് ഒരു അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ സമയത്ത് അച്ഛൻ ടെലിവിഷനിലൂടെ പറഞ്ഞു, മൂത്ര തടസ്സമുള്ളവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സൗഖ്യം പ്രാപിക്കുക. ഈ സമയം ഞങ്ങളും കുടുംബാംഗങ്ങളെല്ലാം ഈ രോഗത്തിന് മേൽ ദൈവശക്തി വ്യാപരിച്ച് അത്ഭുത സൗഖ്യമുണ്ടാകാൻ വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി കിടക്കാൻ നേരമായപ്പോഴേക്കും എൻ്റെ നടുവിൻ്റെ വേദനയും വയറുവേദനയും തലവേദന എല്ലാം കുറഞ്ഞു വരുന്നതായി ഒരു അനുഭവം ഉണ്ടായി. നേരം വെളുത്തപ്പോൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ പോലും ഇല്ലാത്ത വിധം എൻ്റെ രോഗം പരിപൂർണമായി എന്നെ വിട്ടുപോയിരുന്നു. പിന്നീട് ഇന്നുവരെ മരുന്ന് കഴിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. ഞാൻ പഴയതുപോലെ ആരോഗ്യത്തോടെ ജോലിക്ക് പോകുന്നു, എല്ലാ കാര്യങ്ങളും നോർമലായി ചെയ്യുന്നു. എൻ്റെ ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. കൂടല്ലൂർ ദേശത്ത് നിന്ന് അവറാച്ചനും കുടുംബവും സാക്ഷ്യപ്പെടുത്തുകയാണ്. മറ്റൊരു വ്യക്തിയുടെ അനുഭവം കൂടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ആൻസി. ഇടുക്കി രൂപതയിൽ കട്ടപ്പനയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. 4 വർഷമായി എൻ്റെ നട്ടെല്ല് തകർന്ന് കിടപ്പിലായിരുന്നു. എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടന്ന കിടപ്പിൽ കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. എല്ലാ ഞായറാഴ്ചയും രാത്രി 8:30 മുതൽ ഷാലോം ചാനലിൽ കൂടെ വരുന്ന അഭിഷേകാഗ്നി എന്ന പ്രോഗ്രാം ഞാൻ വീട്ടിൽ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് കൂടാറുണ്ട്. ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കും. അത്ഭുതമെന്ന് പറയട്ടെ, 2 ആഴ്ച എൻ്റെ ഈ രോഗത്തെ സമർപ്പിച്ച് എൻ്റെ യേശുവിനെ നാം വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. 2 ആഴ്ച കൊണ്ട് എൻ്റെ നട്ടെല്ലിൻ്റെ രോഗത്തിന് മേൽ ദൈവശക്തി വ്യാപരിച്ചു. ഇപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കാനും ജോലികൾ ചെയ്യാനും ആരോഗ്യം എനിക്ക് തിരിച്ചു കിട്ടി. ഇന്ന് ഞാൻ സൗഖ്യത്തോടു കൂടി എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നു. ഇടുക്കിയിൽ നിന്നും ആൻസി സാക്ഷ്യപ്പെടുത്തുകയാണ്.
4 വർഷമായി കിടപ്പിൽ കിടന്ന രോഗിയാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തെ വിളിച്ച് യേശുവിൻ്റെ വചനം കേട്ട് കൂട്ടായ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ആ കുടുംബത്തിൽ കിടപ്പിൽ കിടന്ന അവസ്ഥയിലേക്ക് ദൈവശക്തി ഇറങ്ങി 2 ആഴ്ച കൊണ്ട് അത്ഭുത ശക്തി ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി. ഈ 4 വർഷം കൊണ്ട് എത്രയോ ചികിത്സകൾക്ക് ആ വ്യക്തി വിധേയമായിട്ടുണ്ടാകാം. എന്നാൽ 2 ആഴ്ച ദൈവവചനം ചെന്നപ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും സന്ധിബന്ധങ്ങളിലും നാഡീഞരമ്പുകളിലും മജ്ജയിലും മാംസത്തിലും ദൈവവചനം തുളച്ചു കയറി അവിടെ അത്ഭുതത്തിൻ്റെ ശക്തിയെ നിവേശിപ്പിച്ച് അത്ഭുതകരമായി സൗഖ്യങ്ങൾ ശരീരത്തിൽ വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ! എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ സമയം അത്യുന്നത ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ശുശ്രൂഷ നടക്കുമ്പോൾ കിടപ്പ് രോഗികളായി എഴുന്നേൽക്കാൻ പോലും പറ്റാതെ കിടക്കയിൽ കിടക്കുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കുന്ന ഓരോ രോഗികളുടെ മേലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധം ഇരുന്നിരിപ്പിരിക്കുന്ന അനേക അവസ്ഥകളുള്ള രോഗികളുടെ മേൽ യേശുവിൻ്റെ നാമത്തെ അയച്ച് പ്രാർത്ഥിക്കുന്നു. എത്ര ചികിത്സിച്ചിട്ട് സൗഖ്യം കിട്ടാത്ത രോഗാവസ്ഥ ഇരിക്കുന്നവരുടെ മേൽ യേശുവിൻ്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗനിമിത്തം ജോലിക്ക് പോകാൻ തടസ്സമുള്ളവരുടെ മേൽ യേശുവിൻ്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബ കലഹ നിമിത്തം സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലേക്ക് യേശുവിൻ്റെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. കാലങ്ങളായി പ്രാർത്ഥന നിലച്ചുപോയ കുടുംബങ്ങളിലേക്ക് യേശുവിനെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുമ്പോഴും ആത്മീയ കാര്യങ്ങൾ പങ്കെടുക്കുമ്പോഴും ഞായറാഴ്ച കുർബാനകൾ പങ്കെടുക്കുമ്പോഴും തിരിച്ചു വന്നാൽ അന്ന് കലഹവും വഴക്കും ഉണ്ടാകുന്ന അവസ്ഥയുള്ള കുടുംബങ്ങളിലേക്കും വ്യക്തികളിലേക്കും യേശുവിനെ നാമം അയച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗശക്തികളും നാരകീയ സേനകളും അന്ധകാര പീഡകളും പൈശാചിക ഉപദ്രവങ്ങളും ദുരദൃഷ്ടങ്ങളും അനർത്ഥങ്ങളും ദുർശക്തികളും കുടുംബങ്ങളിൽ നിന്ന് യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളിലേക്ക് നിറയണമേ. അഭിഷേകമേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഓരോ വചനങ്ങളും ഓരോ ശുശ്രൂഷകളും കുടുംബങ്ങൾക്ക് അനുഗ്രഹമാകുവാൻ ഇപ്പോൾ അഭിഷേക ശക്തി ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. യേശുവേ, നന്ദി. ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേരിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ദൈവികമായ പേരുകൾ കൊടുക്കണം എന്ന് നമ്മുടെ അമ്മയായ സഭ നമുക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അനേക കുടുംബങ്ങളിൽ ഈ ഒരു ചൈതന്യം ദുർബലപ്പെട്ട് വരുന്നതായി ഞാൻ ശ്രദ്ധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേരിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ദൈവവചനപ്രകാരം ഇന്നൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ആദ്യം തന്നെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 31-ാം തിരുലിഖിതത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ മാലാഖ പരിശുദ്ധ കന്യക മറിയത്തെ അറിയിക്കുകയാണ്. മറിയമേ, നീ ഭയപ്പെടണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഇത്രയും കാര്യം പറഞ്ഞിട്ട് ദൂതൻ പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ ചാടിക്കേറി മറ്റൊരു കാര്യം നല്ല നിർബന്ധമായിട്ടും ആ മറിയത്തോട് പറയുകയാണ്. നീ അവന് യേശു എന്ന് പേരിടണം. പേരിൻ്റെ കാര്യത്തിൽ ഒരു നിർബന്ധം സ്വർഗത്തിനുണ്ട്. ആ പേരും ഈ പേരും ഇടാൻ പാടില്ലെന്ന് സ്വർഗത്തിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ജനിച്ച് ആ ജനന വാർത്ത ആ അറിയിക്കുന്ന സമയത്ത് തന്നെ പേരിൻ്റെ കാര്യത്തിൽ ക്ലിപ്തത വരുത്തുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യം, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. കുട്ടിയെ ഗർഭം ധരിച്ചിട്ടില്ല, ഗർഭം ധരിക്കും എന്ന ഒരു ദൂത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം തന്നെ പേരിൻ്റെ കാര്യത്തിൽ നിർബന്ധപൂർവം ഒരു കൃത്യത, ഒരു ക്ലിപ്തത വരുത്തുകയാണ്. ഹല്ലേലൂയ. നമ്മളും ഈ കാര്യത്തിൽ ശ്രദ്ധ വെക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആദ്യം നല്ലൊരു പേര് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഒരു പേരിനെ സ്വീകരിക്കണം.
ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ പേര് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ അഭിഷേകമായി ദൈവകരങ്ങളിൽ നിന്ന് ആ പേര് സ്വീകരിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 13-ാം തിരുലിഖിതം, ഇതാ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ച് ദൈവദൂതൻ വന്ന് സക്കറിയായെ അറിയിക്കുകയാണ്. അപ്പോൾ അവിടെയും ദൈവദൂതൻ ആരുടെയും അനുവാദം ചോദിക്കാതെ ഇങ്ങോട്ട് കയറി ഒരു കണ്ടീഷൻ നിർബന്ധമായും വെക്കുകയാണ്. ദൂതൻ അവനോട് പറഞ്ഞു, സക്കറിയ, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്ക് ഒരു പുത്രൻ ജനിക്കും. എന്നിട്ട് ദൂതൻ അങ്ങോട്ട് ചാടിക്കേറി പറയുകയാണ്, നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. പേരിടാമോ? പേരിട്ടാൽ നന്നായിരിക്കും, പേരിടുന്നത് നന്നായിരിക്കും എന്നൊന്നും അല്ല പറയണത്. ഒരു കാര്യത്തിലും ദൈവം മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുകയില്ല. എന്നാൽ പേരിൻ്റെ കാര്യത്തിൽ സ്വർഗത്തിന് നിർബന്ധമുണ്ട്. ഗർഭം ധരിക്കണോ വേണ്ടയോ അവർക്ക് തീരുമാനം എടുക്കാം. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ തീർന്നു, അത് മാറിപ്പോകും. എന്നാൽ ഈ കാര്യം അങ്ങനെയല്ല. പേരിൻ്റെ കാര്യത്തിൽ പറ്റുമോ ഇല്ലയോ എന്ന ചോദ്യമില്ല. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. സ്വർഗം നിശ്ചയമായും ഒരു ക്ലിപ്തത കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേരിൽ കാര്യമുണ്ട്. ഇല്ലെങ്കിൽ അത്യുന്നത സ്വർഗം, മഹാസർവശക്തനായ ദൈവം ഈ ഒരു കാര്യത്തിന് ഇത്ര നിർബന്ധം പിടിക്കുമായിരുന്നോ? ദൈവദൂതൻ ഇത്രയും സമയം അതിനുവേണ്ടി കളയുമായിരുന്നോ? ഒരു പെർമിഷനെങ്കിലും ചോദിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഒരു ഓപ്ഷനെങ്കിലും വെച്ചുകൂടായിരുന്നോ? അതൊന്നും ചെയ്യാതെ നീ യോഹന്നാൻ എന്ന് പേരിടണം, യേശു എന്ന് അവന് പേരിടണം എന്ന് നിർബന്ധമായും പറയുമ്പോൾ സ്വർഗത്തിന് പേരിൻ്റെ കാര്യം സംബന്ധിച്ച് ഒരു ക്ലിപ്തത, ഒരു കൃത്യതയുണ്ട്. ഇതുപോലെ ബൈബിളിൽ മറ്റനേകം പേരുടെ പേരുകളെക്കുറിച്ചും സ്വർഗം ഇടപെടും നമുക്ക് കാണാൻ സാധിക്കും. സ്വർഗത്തിൽ നിന്ന് അത്ഭുതകരമായി ദൈവദൂതൻ വന്ന് ജനന വാർത്ത അറിയിക്കുന്ന അനേകം വിശുദ്ധരായ പ്രവാചകന്മാരുടെ ജീവിതത്തിലും ഈ പേരിനെ കുറിച്ച് സ്വർഗം നിർബന്ധം പിടിക്കുന്നുണ്ട്. ഇത് അബ്രാഹത്തിൻ്റെ കാര്യം തന്നെ എടുക്ക്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായം അതിൽ 5-ാമത്തെ തിരുലിഖിതം, അബ്രാഹത്തെ മാതാപിതാക്കളുടെ ഇടയിൽ നിന്ന് വിളിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ പേര് അബ്രാം എന്നായിരുന്നു. ദൈവം അബ്രാം എന്ന് വിളിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നാൽ ദൈവം തന്നെ കൂടെ നടത്തി വിളിയുടെ ഓരോ സ്റ്റേജ് കഴിഞ്ഞ് ദൈവത്തിന് വേണ്ടി ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ദൈവം പേരിൻ്റെ കാര്യത്തിൽ നിർബന്ധം പിടിക്കുകയാണ്. ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, നീ ഇനിമേൽ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. ഇന്നു മുതൽ നിന്റെ പേര് ഞാൻ മാറ്റിയിരിക്കുന്നു. നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഈ അബ്രാഹം എന്ന പേര് ദൈവം കൊടുത്തത്, അബ്രാം എന്ന പേര് ലോകം കൊടുത്ത്, മാതാപിതാക്കന്മാർ കൊടുത്തത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിലാണ് ഈ രംഗം നമ്മൾ കാണുന്നത്. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നോക്കുക, ദൈവം പേര് അങ്ങടെ കൃത്യമായി കൊടുക്കുകയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, ഇതാ ഒരു ദിവസം ദൈവം അബ്രാഹവും സാറായും ഇരിക്കുന്ന സമയത്ത് കുടുംബത്തിലേക്ക് സന്നിഹിതനായി. എന്നിട്ട് ദൈവം അവരോട് ഇടപെടുകയാണ്, സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിനിടയിൽ ദൈവം പറഞ്ഞു, അബ്രാം, ഈ സാറായിയെ ഇനി സാറായി എന്നല്ല വിളിക്കേണ്ടത്. അതുവരെ സാറായിയുടെ പേര് സാറായി എന്നായിരുന്നു. ഇപ്പോൾ ഇതാ ദൈവം ഇടപെടുകയാണ്, ഇനിമേൽ അവൾ സാറ എന്ന് വിളിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതത്തിൽ നമ്മളിത് വായിക്കുകയാണ്. ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്, അവളുടെ പേര് സാറ എന്നായിരിക്കും. കൃത്യമായി പേരങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ സ്ഥലങ്ങൾക്കും ദൈവം ദൈവികമായ പേര് ഇടുന്നത് കണ്ടിട്ടുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേരിൻ്റെ കാര്യത്തിൽ സ്വർഗത്തിന് നിർബന്ധമുണ്ട്. ഇതിനെക്കുറിച്ച് ഇന്ന് സഭയെ മനോഹരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാർപ്പാപ്പ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ യുവജനങ്ങളുടെ മതബോധന ഗ്രന്ഥം എന്ന ഈ പുസ്തകത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ഉത്ബോധിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട്. യുവജനങ്ങളുടെ മതബോധന ഗ്രന്ഥത്തിൽ യുകാറ്റ് എന്ന ഗ്രന്ഥത്തിൽ 202 ഖണ്ഡിക ക്രിസ്ത്യാനികൾ മാമോദീസയിൽ വിശുദ്ധരുടെ പേരുകൾ തിരഞ്ഞെടുക്കുന്നത് എന്തിന് എന്നൊരു ചോദ്യം അവിടെ ചോദിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന് ഉത്തരം കൊടുത്തിരിക്കുകയാണ്. വിശുദ്ധരോളം നല്ല മാതൃകകൾ നമുക്കില്ല, അവരെക്കാൾ നല്ല സഹായികളും നമുക്കില്ല. എൻ്റെ പേര് ഒരു വിശുദ്ധൻ്റെതാണെങ്കിൽ എനിക്ക് ദൈവസന്നിധിയിൽ ഒരു സുഹൃത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഒരു ദൈവദാസൻ്റെയോ ഒരു ദൈവ പുരുഷൻ്റെയോ ഒരു പ്രവാചകൻ്റെയോ പേരാണെങ്കിൽ ആ പ്രവാചകൻ്റെ, ആ സ്ലീഹായുടെ, ആ വിശുദ്ധൻ്റെ, ആ രക്തസാക്ഷിയുടെ പ്രത്യേകമായ ഒരു സ്നേഹ സാന്നിധ്യം, ഒരു ഇടപെടൽ, ഒരു മധ്യസ്ഥം സ്വർഗസന്നിധിയിങ്കൽ നമുക്കുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. 201 ഖണ്ഡികയിൽ ഇതാ മറ്റൊരു ചോദ്യം. മാമോദീസയിൽ ഒരു പേര് സ്വീകരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത്? മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്, നാം മാമോദീസയിൽ സ്വീകരിക്കുന്ന പേരിലൂടെ ദൈവം നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു, നീ എൻ്റേതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പേരുണ്ട്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നാമമുണ്ട്. ഈ പേര് ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ ദൈവം എഴുതി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്ന് തിരുലിഖിതം. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സ്ലീഹന്മാർ പോയി പിശാചുകളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അവർ ഈശോയുടെ എല്ലാ കാര്യം വിവരിച്ച് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 17 അധ്യായം. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെട്ടു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, നിങ്ങളുടെ പേരുകൾ ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. അപ്പോൾ നമ്മുടെ ഈ പേര് സ്വർഗത്തിൽ ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടുന്ന പേരാണെന്ന് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകം 3 അധ്യായം 5 വാക്യം അതിനെ പഠിപ്പിക്കുകയാണ്. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഒരിക്കലും ഞാൻ മായിച്ചു കളയുകയില്ല. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെ സന്നിധിയിൽ ഞാൻ അവൻ്റെ നാമം ഏറ്റുപറയും. ഈ പേര് സ്വർഗസ്വനായ പിതാവ് അറിയും, ഈ പേര് പുത്രനായ യേശു അറിയും, ഈ പേര് പരിശുദ്ധാത്മാവ് അറിയും, ഈ പേര് ദൈവദൂതന്മാർ അറിയും, ഈ പേര് വിശുദ്ധന്മാർ അറിയും. ഈ പേരിന് വിലയുണ്ട്, ഈ പേരിന് വിലയുണ്ട്. സാറായി എന്നതുപോലെ അല്ലെങ്കിൽ അബ്രാം എന്നതിൽ ആദ്യം നമുക്കൊരവസ്ഥ, ആ അവസ്ഥ കണക്കാക്കപ്പെടുന്നില്ല. ദൈവത്തിലേക്ക് വരുമ്പോൾ, വിശുദ്ധിയിലേക്ക് വരുമ്പോൾ, ജീവിതത്തിലേക്ക് വരും ഒരു പുതിയ പേര് മാമോദീസയിൽ. അവിടുന്ന് അങ്ങോട്ട് ആ പേര് നിത്യമായി സ്വർഗം മുദ്ര ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. മാമോദീസയാൽ ഒരു പേര് നിത്യമായി എനിക്ക് നിങ്ങൾക്കും കിട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാമോദീസയിൽ കിട്ടുന്ന പേരിൻ്റെ പ്രത്യേകത, മാമോദീസയിൽ കിട്ടുന്ന പേരിൻ്റെ പ്രത്യേകത, അത് നിത്യകാലത്തേക്കുള്ള പേരാണ്. അതൊരിക്കലും ആർക്കും മായിച്ചു കളയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവജനങ്ങളുടെ മതബോധന ഗ്രന്ഥത്തിൽ 361 ഖണ്ഡിക ഇതിനെക്കുറിച്ച് വീണ്ടും പഠിപ്പിക്കുകയാണ്. ക്രൈസ്തവൻ പ്രത്യേക പേരിട്ട് മാമോദീസ മുക്കപ്പെടുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. ദൈവദൃഷ്ടിയിൽ പോലും ഒരു വ്യക്തിയെ ആത്യന്തികമായി അനന്യതയുള്ള വ്യക്തിയാക്കുന്നത് അവൻ്റെ പേരും അവൻ്റെ മുഖവുമാണ്. പേരിനും മുഖത്തിനും പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. അവനെ ദൈവദൃഷ്ടിയിൽ പോലും അനന്യതയുള്ളത് അവൻ്റെ പേരും മുഖവുമാണ്. അതുകൊണ്ട് ഇതിന് പ്രത്യേകതയുണ്ട്. ക്രിസ്ത്യാനികൾ വ്യക്തിയുടെ നാമത്തെ ബഹുമാനപൂർവം കൈകാര്യം ചെയ്യുന്നു. കാരണം അത് അവൻ്റെ മഹത്വത്തോടും അവൻ്റെ തനിമയോടും ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. സ്മരണാതീത കാലം മുതൽ ക്രൈസ്തവർ തങ്ങളുടെ കുട്ടികൾക്ക് വിശുദ്ധന്മാരുടെ പട്ടികയിൽ നിന്ന് പേരുകൾ തെരഞ്ഞെടുത്ത് കൊടുത്തിരുന്നു. രക്ഷാധികാരിയായ വിശുദ്ധൻ അവർക്ക് മാതൃകയാകുമെന്നും സവിശേഷമാം വിധം അവർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥം വഹിക്കുമെന്നും വിശ്വസിക്കുന്നത് കൊണ്ടാണ് വിശ്വാസികൾ അപ്രകാരം ചെയ്യുന്നത്. ഇത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം.
ഈ ഓരോ കുഞ്ഞിനും, നമ്മുടെ കുടുംബത്തിൽ പിറക്കുന്ന ഓരോ കുട്ടിക്കും ഒരു വിശുദ്ധൻ്റെ പേര് കൊടുക്കുമ്പോൾ ആ വിശുദ്ധൻ്റെ സംരക്ഷണം കൂടി, ആ വിശുദ്ധൻ്റെ കൂട്ടായ്മ കൂടി ആത്മീയ നടത്തുവിൽ, ആത്മീയമായ യാത്രയിൽ ആ വ്യക്തിക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഒരു കൊച്ചിനെ സ്കൂളിൽ വിടുമ്പോൾ അവനൊരു നല്ല കൂട്ടുകാരനെ കിട്ടണമെന്ന് അപ്പനും അമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഈ ലോക ജീവിതത്തിൽ അപ്പനും അമ്മയും കുറച്ച് കാലം കഴിഞ്ഞ് ഇവരെ കൈവിട്ട് പോകുമ്പോൾ, ഈ ലോക ജീവിതത്തിൽ ഒറ്റയ്ക്ക് നീങ്ങേണ്ട കാലം വരുമ്പോൾ, മരിച്ച് സ്വർഗത്തിൽ എത്തുന്നത് വരെ ഇവരുടെ നിത്യകാല കൂട്ടുകാരന്മാരാണ്, കൂട്ടുകാരികളാണ്. ഇവരുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധര് അല്ലെങ്കിൽ പ്രവാചകന്മാർ. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്മാർ അല്ലെങ്കിൽ വിശുദ്ധന്മാർ, ആരുടെ പേരാണ് അവർക്കിരുന്നത്? അവർ ആ ജീവിതത്തിൻ്റെ ഉത്തമ കൂട്ടുകാരും ഉത്തമ വഴികാട്ടികളുമാണ് എന്ന് നമ്മുടെ അമ്മയായ സഭ നമുക്ക് പ്രബോധനം നൽകുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2158 ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്, ദൈവം ഓരോ വ്യക്തിയെയും പേര് ചൊല്ലി വിളിക്കുന്നു. ഓരോ വ്യക്തിയുടെ പേരും പവിത്രമാണ്. വീണ്ടും 2156 ഖണ്ഡികയുടെ അവസാന ഭാഗത്ത് സഭ ഒരു കർശന നിർദ്ദേശം മാതാപിതാക്കൾക്ക് നൽകുകയാണ്. ക്രൈസ്തവ ചൈതന്യത്തിന് നിരക്കാത്ത ഒരു പേര് കുട്ടിക്ക് നൽകാതിരിക്കാൻ മാതാപിതാക്കളും തലതൊടുന്നവരും അജപാലകന്മാരും ശ്രദ്ധിക്കണം. ഒരു വിശ്വാസിക്ക് ചേരാത്തൊരു പേര്, ക്രൈസ്തവ ചൈതന്യത്തിന് ചേരാത്തൊരു പേര്, വിശുദ്ധ ജീവിതത്തിന് ചേരാത്തൊരു പേര് കുട്ടിക്ക് കൊടുക്കാതിരിക്കാൻ മാതാപിതാക്കളും തലതൊടുന്നവരും അജപാലകന്മാരും വൈദികരും മാമോദിസ കൊടുക്കുന്ന വൈദികരും ശ്രദ്ധിക്കണമെന്ന് ഇതാ നമ്മുടെ അമ്മയായ സഭ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നല്ല വിശുദ്ധരുടെ പേരുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിലിടെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, റോഡുകൾ, സ്ഥലങ്ങൾ, കോമ്പൗണ്ടുകൾ ഏതെങ്കിലും കാര്യത്തിന് പേരിടുമ്പോൾ ദൈവികമായ പേര്, വിശുദ്ധരുടെ പേരിടണമെന്നൊരു നിർബന്ധ ബുദ്ധി, ഒരു ആത്മീയ ശുഷ്കാന്തി, വിശുദ്ധരുടെ പേരുകൾ ഇടണമെന്നൊരു ആത്മീയ ശുഷ്കാന്തി ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കട്ടെ. അഭിഷേകത്തിൻ്റെ ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ, ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കണമേ. ജ്ഞാനത്തിൻ്റെ ഈ കൃപയുടെ ആത്മാവേ, അടഞ്ഞിരിക്കുന്ന ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന ആത്മാവേ ഇപ്പോൾ വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ വേദനകളും ജീവിതത്തിൻ്റെതായ എല്ലാ ഭാരങ്ങളും തടസ്സങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഇരു കരങ്ങളും ഉയർത്തി യേശുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കാം. യേശു നാമത്തിലാണ് അത്ഭുതങ്ങൾ. ഉറക്കെ വിളിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. മനസ്സ് തുറന്ന് വിളിക്കുക, ഹൃദയം തുറന്ന് യേശുവിൻ്റെ നാമത്തെ വിളിക്കുക. യേശുനാമത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, യേശുനാമത്തിൽ തടസ്സങ്ങൾ മാറട്ടെ, യേശുനാമത്തിൽ ജോലി തടസ്സങ്ങൾ മാറട്ടെ, യേശുനാമത്തിൽ കുടുംബ സമാധാനം ഉണ്ടാകട്ടെ, യേശുനാമത്തിൽ കുടുംബത്തിന് അഭിവൃദ്ധി ഉണ്ടാകട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന.